നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയറിളക്കം വന്നാൽ എന്ത് ചെയ്യണം, ORS എപ്പോൾ ഉപയോഗിക്കണം, മെട്രാനിഡാസോൾ ടാബ്ലറ്റ് എപ്പോഴും ഉപയോഗിക്കണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ 3-4 തവണ വയറിളക്കം, പിന്നെ അത് 5-6 തവണയായി. പലരും അപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങി കഴിക്കും. ചിലർ ഭക്ഷണം പോലും നിർത്തും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളാകാം. കാരണം വയറിളക്കത്തേക്കാൾ അപകടകരമായത് ശരീരത്തിൽ നിന്ന് വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ വയറിളക്കം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ORS മാത്രം മതിയോ? മെട്രാനിഡാസോൾ എപ്പോൾ കഴിക്കണം? പ്രോബയോട്ടിക്സ് ശരിക്കും ഗുണം ചെയ്യുമോ? ഇന്ന് ഇതെല്ലാം ശാസ്ത്രീയമായും വളരെ ലളിതമായും മനസ്സിലാക്കാം. ആദ്യമായി വയറിളക്കം എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു ദിവസം 3 അതിലധികമോ തവണ വെള്ളം പോലെയുള്ള മലം പോകുന്ന അവസ്ഥയാണ് വയറിളക്കം എന്ന് പറയുന്നത്. ഇതിന് കാരണങ്ങൾ പലതാണ്. വൈറസ്, ബാക്ടീരിയ, ചില പരാന്നഭോജികൾ, മലിനജലം, മലിനഭക്ഷണം, ചില മരുന്നുകൾ. മിക്ക അക്യൂട്ട് വയറിളക്കങ്ങളും വൈറസ് മൂലമാണ്. അതുകൊണ്ട് എല്ലാ വയറിളക്കത്തിനും ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ORS. വയറിളക്കം വന്നാൽ ആദ്യം ഓർക്കേണ്ടത് ORS ആണ്. ORS ഒരു മരുന്നല്ല, ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന വെള്ളവും ലവണങ്ങളും തിരികെ നൽകുന്ന ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനാണ്. ഒരു ORS സാച്ചറ്റ് 1 ലിറ്റർ ശുദ്ധമായ വെള്ളത്തിൽ മാത്രം കലക്കണം. കൂടുതലോ കുറവോ വെള്ളത്തിൽ കലക്കരുത്. തയ്യാറാക്കിയ ORS 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം. ഒരുമിച്ച് ഒരു ഗ്ലാസ് കുടിക്കേണ്ടതില്ല. ഇടയ്ക്കിടെ ചെറിയ അളവുകളായി കുടിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, ഗ്ലൂക്കോസ് വെള്ളം എന്നിവ ORSന് പകരമല്ല. രണ്ടാമതായി ഭക്ഷണം നിർത്തരുത്. പലരും ചെയ്യുന്ന വലിയ തെറ്റ് ഭക്ഷണം പൂർണ്ണമായി നിർത്തുന്നതാണ്. പകരം കഞ്ഞി, ചോറ്, വാഴപ്പഴം, സൂപ്പ്, വേവിച്ച ഉരുളക്കിഴങ്ങ് ഇവ കഴിക്കാം. വളരെ എണ്ണയുള്ളതും എരിവുള്ളതുമായ ഭക്ഷണം കുറച്ച് ദിവസം ഒഴിവാക്കുക. കുട്ടികളാണെങ്കിൽ മുലയൂട്ടൽ തുടരണം. മൂന്നാമതായി മെട്രോനിഡാസോൾ. എല്ലാവർക്കും വേണ്ടതാണോ അല്ലയോ? ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. എല്ലാ വയറിളക്കത്തിനും മെട്രോനിഡാസോൾ ആവശ്യമില്ല. മിക്ക അക്യൂട്ട് വയറിളക്കങ്ങളും വൈറസ് മൂലമാണ്. വൈറസിനെതിരെ മെട്രോനിഡാസോൾ പ്രവർത്തിക്കില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. ഉദാഹരണത്തിന് അമീബിയാസിസ്, ജിയാർഡിയാസിസ് പോലുള്ള രോഗങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്വയം മെട്രോനിഡാസോൾ വാങ്ങി കഴിക്കരുത്. നാലാമതായി ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് ആവശ്യമായ ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ വയറിളക്കത്തിനും ആൻറ്റിബയോട്ടിക് വേണ്ട. ആവശ്യമില്ലാതെ ഉപയോഗിച്ചാൽ പാർശ്വഫലങ്ങളുണ്ടാകും. നല്ല ബാക്ടീരിയകൾ നശിക്കും. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇവയൊക്കെ വലിയ പ്രശ്നങ്ങളാവുകയും ചെയ്യും. അഞ്ചാമതായി ലോപിറാമൈഡ്. വയറിളക്കം പെട്ടെന്ന് നിർത്താൻ പലരും ലോപിറാമൈഡ് കഴിക്കാറുണ്ട്. പക്ഷേ മലത്തിൽ രക്തമുണ്ടെങ്കിൽ, ഉയർന്ന പനിയുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളിൽ ഈ വിഭാഗങ്ങളിലൊന്നും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ലോപിറാമൈഡ് ഉപയോഗിക്കരുത്. ആറാമതായി പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളാണ്. ചില പഠനങ്ങളിൽ ചില പ്രത്യേക പ്രോബയോട്ടിക് സ്ട്രെയിൻസ് ചിലരിൽ ഗുണം ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോബയോട്ടിക്സ് ORSന് പകരമല്ല. പ്രീബയോട്ടിക്സ് ഈ നല്ല ബാക്ടീരിയകൾക്ക് വളരാൻ സഹായിക്കുന്ന ഭക്ഷണ ഘടകങ്ങളാണ്. ഇവ സഹായകരമാണ്, പക്ഷേ ഒരു പ്രധാന ചികിത്സയല്ല. ഏഴാമതായി സിങ്ക്. കുട്ടികളിലെ വയറിളക്കത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിങ്ക് നൽകുന്നത് WHO ശുപാർശ ചെയ്യുന്ന കാര്യമാണ്. ഇത് വയറിളക്കത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനും
വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കാം. ഡീഹൈഡ്രേഷൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടുത്ത ദാഹം, വായ വരളുക, മൂത്രം കുറയുക, തലകറക്കം, അമിത ക്ഷീണം, കുട്ടികളിൽ കണ്ണുനീരില്ലാതെ കരയുക, കണ്ണുകൾ കുഴിഞ്ഞത്, വളരെ മന്ദത എന്നിവയാണ്. എപ്പോൾ ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? മലത്തിൽ രക്തം കാണുക, ഉയർന്ന പനി, തുടർച്ചയായ ഛർദി, ഒന്നും കുടിക്കാൻ കഴിയാത്ത അവസ്ഥ, ഗുരുതര ഡീഹൈഡ്രേഷൻ, ചെറിയ കുട്ടികൾ, വയോധികർ, ഗർഭിണികൾ എന്നിവരിൽ ലക്ഷണങ്ങൾ വഷളാകുന്നത്. ചെയ്യാൻ പാടില്ലാത്ത 5 തെറ്റുകൾ: ORS കുടിക്കാതിരിക്കുക, സ്വയം ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ മെട്രോനിഡാസോൾ കഴിക്കുക, ഭക്ഷണം പൂർണ്ണമായും നിർത്തുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം കുടിക്കുക, അപകട ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ആശുപത്രിയിൽ പോകാൻ വൈകിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്, വയറിളക്കം വന്നാൽ ആദ്യം ORS കഴിക്കണം, ഭക്ഷണം നിർത്തരുത്, എല്ലാ വയറിളക്കത്തിനും മെട്രോനിഡാസോൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആവശ്യമില്ല, പ്രോബയോട്ടിക്സ് സഹായകരമാകാം പക്ഷേ ORSന് പകരമല്ല, അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. കാരണം ഈ അറിവ് ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിച്ചേക്കാം. നന്ദി.